ഇപ്പോൾ വയനാട് കൽപ്പറ്റ റാട്ടക്കൊല്ലി മലയിൽ പുലി ആക്രമണത്തിൽ യുവാവിന് നിസ്സാര പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് വരുന്നത്. 12 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മാനന്തവാടി കൊയിലേരി സ്വദേശി ചോലവയൽ വിനീതിനാണ് പരിക്കേറ്റത്. ഏകദേശം ഒരു 12 മണിയോടുകൂടാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ താഴെ നിന്ന് ഒരു കുഴിയിൽ നിന്ന് വല്ലാണ്ട് സൗണ്ട് കേട്ടിരുന്നു. സൗണ്ട് കേട്ടപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇറങ്ങിയ ഇറക്കത്തിനാണ് ആദൃശ്യമായിട്ട് കാറ്റിൻ്റെ ചവിട്ടിന് അങ്ങോട്ട് ചാടി വരിക ചെയ്തത്. അപ്പോൾ ചാടി വന്നപ്പോൾ കൈകൊണ്ട് ഇപ്പം കാറ്റിൻ്റെ മേലായിട്ട് പുലി ചാടി വന്ന് വീണത്. അതിനപ്പം കൈകൊണ്ട് ഞാൻ തട്ടി മാറ്റിയപ്പോൾ കൈക്ക് ചെറിയൊരു സ്ക്രാച്ച് വന്നു. അപ്പോഴത്തേക്ക് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ വന്നു. ഏകദേശം ഒരു 50 മീറ്ററോളം പുറകെ തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓടി രക്ഷപ്പെടുക ചെയ്തത്. കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി വയനാട് നിന്ന് ചേരുന്നുണ്ട്. കമൽ, ഇപ്പോൾ ഇതാ ഒരു കടുവാ ഭീതി ഒഴിയുന്നു, പക്ഷെ അപ്പോഴേക്ക് ഇതാ പുലി ഇറങ്ങി പരിക്ക് പറ്റുന്ന ഒരു യുവാവിന് വലിയ ആശങ്കയിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ പറയുന്ന ഈ സ്ഥലത്ത്, ഈ കൽപ്പറ്റയിലെ ഈ സ്ഥലത്ത് ഇതിനു മുൻപ് പുലിയൊക്കെ കണ്ടിട്ടുണ്ടോ? ആര്യ, അത് സ്ഥിരമായി പുലിയുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. കൽപ്പറ്റ ബൈപ്പാസിന് മുകളിലേക്കുള്ള മലനിരകളാണ്. റാട്ടക്കൊല്ലി മലയുടെ മുകളിൽ പുലിയുടെ സാന്നിധ്യം മുൻപും എപ്പോഴും ഉള്ളതാണ്. വനംവകുപ്പ് അവിടെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇത് കാടിനോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റ് ആണ്. അവിടുത്തെ വാച്ചറാണ് ഈ പരിക്കേറ്റ വിനീത്. ശബ്ദം കേട്ട് പോയി നോക്കിയപ്പോൾ പുലി പെട്ടെന്ന് ചാടി എന്നാണ് വിനീത് പറയുന്നത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം, വളരെ ചെറിയൊരു സ്ക്രാച്ചും കൈക്ക് ചെറിയൊരു മുറിവ് മാത്രമാണ് വിനീതിന് പറ്റിയിട്ടുള്ളത്. അത് പുലി ആക്രമിച്ച പുലിയുടെ നഖം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പരിക്കേറ്റതാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ആശ്വാസകരമായ കാര്യം അതാണ്. പരിക്ക് ഒട്ടും സാരമുള്ളതല്ല. എന്തായാലും പ്രദേശത്ത് വനംവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. വിനീത് കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമികമായി ചികിത്സ തേടിയിട്ടുണ്ട്. ഈ മലയുടെ മുകളിൽ മുൻപും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മനുഷ്യന് നേരെയൊന്നും ചാടിയ ഒരു സംഭവം ആ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും വനംവകുപ്പ് അവിടെ കാൽപ്പാടുകളുണ്ടോ പുലി തന്നെയാണോ എന്നൊക്കെ സ്ഥിരീകരിക്കാനായി ആ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്.